കടമ്പഴിപ്പുറം സർവീസ് സഹകരണ ബാങ്കിനെതിരെ BJP സംഘപരിവാർ സംഘടനകൾ നടത്തുന്ന അപവാദ പ്രചാരണത്തിനെതിരെ CPIM കടമ്പഴിപ്പുറത്ത് പൊതുയോഗം നടത്തി. ശ്രീകൃഷ്ണപുരം ഏരിയ സെക്രട്ടറി K. ജയദേവൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗം K. രാമചന്ദ്രൻ അധ്യക്ഷനായി. നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന CPIM-ൽ ഉള്ളവരും ഇല്ലാത്തവരുമായ എല്ലാ ആളുകളും ജനങ്ങൾക്കിടയിൽ നല്ലതുപോലെ ക്യാമ്പയിൻ ചെയ്യേണ്ടതാണ്. കാരണം വളരെ ആസൂത്രിതമായി തുടർച്ചയായി നിരന്തരമായി കടമ്പഴിപ്പുറം ബാങ്കിനെതിരായി ഇവിടുത്തെ BJP-യുടെ നേതൃത്വത്തിൽ കള്ളപ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പ്രചരണങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾ ഏറ്റെടുത്തതിന്റെ ലക്ഷണങ്ങൾ കാണുന്നില്ല, മറിച്ചുണ്ടുകാൽ ഈ പ്രചരണങ്ങളെല്ലാം പച്ചക്കള്ളങ്ങളാണ് എന്നും ബാങ്കിനെ തകർക്കാനുള്ള വലിയ പരിശ്രമമാണ് BJP നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നും നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞതുപോലെയാണ് ബാങ്കിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമ്മുടെ ബാങ്ക് ഈ ജില്ലയിലെ തന്നെ വലിയ സഹകരണ ബാങ്കുകളിൽ ഒന്നാണ്. ഏകദേശം 180 കോടിയോളം രൂപയുടെ നിക്ഷേപമുള്ള ബാങ്കാണ്. അതൊരു ചെറിയ സംഖ്യയല്ല. 160 കോടിയിലധികം രൂപ ജനങ്ങൾക്ക് വായ്പ കൊടുത്തിട്ടുള്ള ബാങ്കാണ്. ആ 160 കോടി രൂപ വായ്പ കൈപ്പറ്റിയ മനുഷ്യരിൽ ഈ നാട്ടിലെ CPIM-ന്റെ പ്രവർത്തകരോ അനുഭാവികളോ മാത്രമല്ല ഉള്ളത്. പണം നിക്ഷേപിച്ചവരല്ലോ. 180 കോടി രൂപ നിക്ഷേപിച്ചു എന്ന് പറഞ്ഞാൽ അതിൽ പാർട്ടിക്ക് വോട്ട് ചെയ്യുന്ന പാർട്ടി പ്രവർത്തകരായിട്ടുള്ള ആളുകളാണോ? കുറച്ചവരുണ്ടാവും. വലിയൊരു ശതമാനം CPM-മായി നേരിട്ട് ബന്ധമുള്ള ആളുകളല്ല. 1946 ആരംഭിച്ച ബാങ്കാണ്. 80 കൊല്ലായി. നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കൂ. 19 കൊല്ലം മുൻപ്, കേരളം ഉണ്ടാകുന്നതിന് മുൻപ്, നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം വാങ്ങിക്കുന്നതിന് മുൻപ് ഈ നാട്ടിലെ സഹകാരികളായ, അന്ന് ഈ സഹകാരി എന്നുള്ള വാക്കൊന്നും ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല, കുറച്ചാളുകൾ ചേർന്ന് ഒരു സഹകരണ സംഘം രൂപീകരിക്കുകയാണ്. ആ സഹകരണ സംഘം പടിപടിയായി വളർന്ന് ഇന്ന് നാം കാണുന്ന ഒരവസ്ഥയിൽ എത്തിച്ചേരുകയാണ്. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ P. അരവിന്ദാക്ഷൻ, P. സുബ്രഹ്മണ്യൻ, P. ബാലകൃഷ്ണൻ, MC വാസുദേവൻ, ലോക്കൽ സെക്രട്ടറി C. കൃഷ്ണൻകുട്ടി, ബാങ്ക് പ്രസിഡന്റ് T. രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു.